യൂണിയൻ ബജറ്റ് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്നതല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഏറെക്കാലമായി പ്രവാസികൾ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിലും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ചില പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ചില അനൗൺസ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവാസികൾ നാട്ടിൽ വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ നേരത്തെ ടാൻ നമ്പർ നിർബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടാൻ അബോളിഷ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ പിന്നെ വിനോദത്തിന് അല്ലെങ്കിൽ ആശുപത്രി ചെലവുകൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ നിലവിൽ 5% TCS ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അത് 2% കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ അസറ്റ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യാത്തവർക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 9 മില്യൺ ആൾക്കാരാണ് GCCയിൽ ഉള്ളത്. ഇതിൽ ഏറിയ ഭാഗവും ബ്ലൂ കോളർ വർക്കേഴ്സാണ്, അതായത് സാധാരണ തൊഴിലാളികളാണ്. അപ്പോൾ ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റീസെറ്റിൽമെൻറ്റ് ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നുള്ളത് ഈ പ്രവാസികളുടെ വളരെ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഇത് വാസ്തവത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ അതിനു വേണ്ടുന്ന യാതൊരു നടപടികളും കണ്ടതായിട്ട് തോന്നുന്നില്ല. അതുപോലെ മറ്റൊന്നാണ് ഈ ഉത്സവകാലത്ത് അല്ലെങ്കിൽ അവർക്ക് വെക്കേഷൻ സമയത്ത് ഉണ്ടാകുന്ന അതിഭീമമായ വിമാന ചാർജുകൾ. ഒരു പ്രവാസിയുടെ സമയത്തോളം അവരുടെ ഒരു വർഷത്തെ സേവിങ്സ് തന്നെ കുടുംബമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ വിമാനക്കൂലി ഇനത്തിൽ ചിലവാകുന്നുണ്ട്. ഇതിന് നിരവധി തവണ പല പ്രവാസി സംഘടനകളും അതുപോലെ തന്നെ പല ജനപ്രതിനിധികളും പാർലമെൻറ്റിലൊക്കെ ഇത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതിനും വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അതും ഉണ്ടായിട്ടില്ല. ഈ സാധാരണ പ്രവാസിയെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പല ചെറുകിട സമ്പാദ്യ പദ്ധതികളും ദീർഘകാലത്തേക്കുള്ള പല ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും പ്രവാസിക്ക് അംഗമാകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഉദാഹരണമായിട്ട് 15 വർഷത്തേക്കുള്ള പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനും വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ള സുകന്യ സമൃദ്ധി പദ്ധതി, അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള സീനിയർ സിറ്റിസൺ സ്കീം, ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും തന്നെ പ്രവാസികൾക്ക് അംഗമായി ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം. NRI അക്കൗണ്ടിൽ അവർക്ക് ടാക്സ് കൊടുക്കണമെങ്കിലും കൊടുക്കണ്ടെങ്കിലും സബ് ടാക്സ് ഉൾപ്പെടെ അവർക്ക് 31.2% ടാക്സ് പിടിക്കുന്നുണ്ട്. 1000 രൂപ അയാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ 312 രൂപ ടാക്സ് പിടിക്കുമെന്നർത്ഥം. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ഫോം നമ്പർ 2 ഫയൽ ചെയ്യേണ്ടത്. ഈ റിട്ടേൺസ് ഫയൽ ചെയ്താൽ മാത്രമേ അവർക്ക് ഈ പിടിച്ച തുക തിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പ്രവാസികൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ITR 2 വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഒരു സിംപ്ലിഫൈഡ് ഫോം വേണം എന്നുള്ള ഒരു ആവശ്യം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതും വാസ്തവത്തിൽ നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ല.